നമസ്കാരം, ഞാൻ ഡോക്ടർ ഹർഷ, ജീവക് ആയുർവേദ ക്ലിനിക് പരപ്പംപൊയിൽ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുട്ടുവേദന. മുൻപ് 45 മുതൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കണ്ടുവരുന്നുണ്ട്. അമിതമായിട്ടുള്ള വ്യായാമം, ഓവർ വെയിറ്റ്, തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാൽഷ്യം, വൈറ്റമിൻ ഡി, പ്രോട്ടീന്റെയും ഡെഫിഷ്യൻസീസ്, സ്ത്രീകളിൽ ഉണ്ടാവുന്ന ആർത്തവ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാൽഷ്യം മെറ്റബോളിസത്തിനെയും അതുപോലെ ഈസ്ട്രോജന്റെ ഏറ്റക്കുറച്ചിലുകൾക്കും കാരണമാകുന്നു. ഇത് മുട്ടുവേദനയ്ക്കും മുട്ടിനുണ്ടാവുന്ന നീർക്കെട്ടിനും കാരണമാകുന്നു. മുട്ടിനുണ്ടാവുന്ന വിവിധ തരത്തിലുള്ള വാതജ രോഗങ്ങളായിട്ടുള്ള റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, അതുപോലെ യൂറിക് ആസിഡ് കൂടുമ്പോഴുണ്ടാവുന്ന ഗൗട്ടി ആർത്രൈറ്റിസ് തുടങ്ങിയ പ്രശ്നങ്ങളും മുട്ടുവേദനയിലേക്ക് ലീഡ് ചെയ്യുന്നു. മുട്ടിനുണ്ടാവുന്ന ബർസൈറ്റിസ്, ലിഗമെന്റ് ടിയേഴ്സ് ആൻഡ് സ്ട്രെയിൻസ്, മെനിസ്കൽ ടിയേഴ്സ് ഇവയും മുട്ടുവേദനയ്ക്ക് കാരണമാകുന്നുണ്ട്. ചിട്ടയായിട്ടുള്ള വ്യായാമം, ബോഡി വെയ്റ്റ് മാനേജ്മെന്റ്, വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിന്റെയും സപ്ലിമെന്റ്സുകൾ, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള മുട്ട, ചെറിയ മത്സ്യങ്ങൾ തുടങ്ങിയവയുടെ ഉപയോഗം, ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, ആൽമണ്ട് ആൻഡ് വാൽനട്ടിന്റെ ഉപയോഗം, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ഇഞ്ചിയുടെ ഉപയോഗവും മുട്ടുവേദനയും അനുബന്ധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു. തുടർന്നും മുട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം തേടി എക്സ്റേ, MRI തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്ത് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻസ് തുടരാവുന്നതാണ്.